students, അപ്പോൾ നമ്മൾ നീറ്റിന്റെ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഇങ്ങനെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം രണ്ട് ടൈപ്പ് ഫോട്ടോസ് നമുക്ക് വേണം. ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മറ്റത് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആണ്. പാസ്പോർട്ട് സൈസ് ഡെഫിനറ്റ്ലി നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ഫോട്ടോ ആണ്. ദെൻ പോസ്റ്റ് കാർഡ് സൈസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമെൻഷൻ പറയുന്നത് 4x6 ആണ് അതിന്റെ ഡയമെൻഷൻ പറയുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം പോസ്റ്റ് കാർഡ് സൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, 4x6 ആണ് ഡയമെൻഷൻ വരുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ ലേറ്റസ്റ്റ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനൊരു റിപ്പീറ്റ് ആണ്, കഴിഞ്ഞ വർഷത്തെ എൻ്റെ അതേ ഫോട്ടോ തന്നെ എനിക്ക് ഈ വർഷം അപ്ലോഡ് ചെയ്യാവോ എന്നുള്ളൊരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ആൻഡ് നമ്മുടെ ഫോട്ടോയിൽ നമ്മുടെ പേരും അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത ഡേറ്റും നമ്മൾ അതിൽ സ്പെസിഫൈ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലാത്ത ഫോട്ടോസും കാര്യങ്ങളും ഒന്നും ആക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എടുക്കണം. അതുപോലെ നമ്മുടെ ഫേസിൻ്റെ 80% ക്ലിയർ ആയിരിക്കണം. അതായത് നമ്മുടെ ചെവി അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ട് 80% ഓഫ് നമ്മുടെ ഫേസ് കണ്ടിരിക്കണം. അതാണ് നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ. നിങ്ങളിപ്പോൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ഹെയർ ഇങ്ങനെ വെച്ച് കവർ ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങളുടെ ഇയർ അടക്കം ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇയർ അടക്കം ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ യൂഷ്വലി നിങ്ങൾ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾ കണ്ണട വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ണട ആക്സെപ്റ്റഡ് ആണ്. അതർവൈസ് നിങ്ങൾ ഈ കൂളിംഗ് ഗ്ലാസും ക്യാപ്പും ഒക്കെ വെച്ചിട്ടൊന്നും ഫോട്ടോ എടുക്കാനായിട്ട് പോകരുത്. അത്തരം ഫോട്ടോസും ആക്സെപ്റ്റഡ് അല്ല. അതുപോലെ തന്നെ അൺക്ലിയർ ഫോട്ടോസ് റിജക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ സംശയമാണ് നീറ്റിന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് അറ്റസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അറ്റസ്റ്റ് ചെയ്യാത്ത ഫോട്ടോസ് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നീറ്റ് ഫോട്ടോഗ്രാഫ്സ് ഡു നോട്ട് NTA ഹാസ് അഡ്വൈസ്ഡ് കാൻഡിഡേറ്റ്സ് ടു കീപ് 6 to 8 നമ്പേഴ്സ് ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആൻഡ് 4 to 6 നീറ്റ് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഇൻ ദി ഇവന്റ് ഓഫ് ഫാക്കൽറ്റി ഡേയ്സ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇതുവരെ ഫോട്ടോ ഇല്ലാത്തവരാണെങ്കിൽ പോസ്റ്റ് കാർഡ് സൈസും അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ 80%, എസ്പെഷ്യലി എനിക്ക് ഗേൾസിനോടാണ് പറയാനുള്ളത്. നിങ്ങൾ മുടിയൊക്കെ സ്റ്റൈലായിട്ട് ഇടുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷേ നമ്മുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 80% ഓഫ് നമ്മുടെ ഫേസ് കാണണം എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ക്യാപ്പോ ഗ്ലാസ്സോ ഒന്നും വെക്കാതെ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ഥിരമായിട്ട് നിങ്ങൾ കണ്ണാടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയുമാണ് നമ്മുടെ ഫോട്ടോനെ പറ്റി പറയാനാണ്. അതുപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പം സൈസ് വരുന്നത് 10 to 200 KB ആണ് സൈസ് വരുന്നത്. ഒരു ഫോട്ടോൻ്റെ സൈസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പോസ്റ്റ് കാർഡ് സൈസ് ആണെങ്കിലും പാസ്പോർട്ട് സൈസ് ആണെങ്കിലും സെയിം സൈസ് ആണ് വരുന്നത്. സോ ആ ഒരു സൈസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫോട്ടോസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഫോട്ടോനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. താങ്ക് യു സോ മച്ച്.